സ്ത്രീയുടെ വിഷയത്തിൽ വിമർശിക്കപ്പെടുന്ന മറ്റൊന്നാണ് ബഹുഭാര്യത്വത്തിന്റെ വിഷയം. നമുക്ക് കാണാം, ലോക ചരിത്രത്തിൽ ഇസ്ലാം അല്ല, മുഹമ്മദ് നബി അല്ല ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച് ലോകത്തിന്റെ മുമ്പിൽ ആദ്യം സംസാരിച്ചിട്ടുള്ളത്. മഹാനായ ശ്രീകൃഷ്ണന് പരസ്പരം ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളത് വേദേതിഹാസങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ക്രിസ്തീയ ഗ്രന്ഥങ്ങളിൽ യാക്കോബിന് 4 ദാവീദിന് 18 ശലോമോൻ അഥവാ സുലൈമാൻ 70 ഭാര്യമാരുണ്ടായിരുന്നു എന്ന വരികൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇസ്ലാം അതിന്റെ അനുയായികൾക്ക് നൽകുന്ന ഒരവകാശം മാത്രമാകുന്നു ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. അത് പറയുമ്പോ ചില ബുദ്ധിജീവികളും നിയമപീഠങ്ങളും നിയന്ത്രിക്കുന്ന ചില ആളുകളും അടുത്ത ദിവസങ്ങളിലായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഒരു പുരുഷന് 4 പറ്റുമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് 4 ഭർത്താവായിക്കൂടാ? തികച്ചും ഒരു LP ക്ലാസ്സിൽ പഠിക്കുന്ന, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയുടെ പോലും ബുദ്ധി നിലവാരമില്ലാത്ത ചോദ്യമാണിത്. ഒരു പുരുഷന് 4 ഭാര്യമാരുണ്ടായിക്കഴിഞ്ഞാൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പിതൃത്വത്തെക്കുറിച്ച് ഒരിക്കലും സംശയിക്കേണ്ടതില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് 4 ഭർത്താക്കളുണ്ട് എന്ന് കരുതുക. ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ആരുടെ കുഞ്ഞാകുമെന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയപ്പെടുക? ഇവിടെ വ്യക്തമായി കുഞ്ഞിന്റെ മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. പ്രകൃതിപരമായ ഇസ്ലാം സാമൂഹികമായ വ്യവസ്ഥകൾ ക്രമപ്രവൃദ്ധമായി മുന്നോട്ട് നീങ്ങാൻ അനിവാര്യമായ സന്ദേശങ്ങളാണ് ഏതൊരു കാര്യത്തിലും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിമർശകർ അറിയാതെ പറഞ്ഞു പോയ ചില സത്യങ്ങളുണ്ട്. മുഹമ്മദ് നബി ഭ്രാന്തനായിരുന്നു, മാനസിക രോഗിയായിരുന്നു. ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന വ്യക്തി സ്വന്തം എഴുതിയുണ്ടാക്കിയതാണ് എന്ന് നീണ്ട പേജുകളിലൂടെ എഴുതി നിറച്ചിട്ടുള്ള ഇന്ത്യൻ യുക്തിവാദി സംഘത്തിന്റെ നേതാവായിരുന്ന ശ്രീമാൻ ഇടമറുക് അദ്ദേഹത്തിന്റെ ഖുർആൻ ഒരു വിമർശന പഠനം എന്ന പുസ്തകത്തിൽ 58ാമത്തെ പേജിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയെക്കുറിച്ച് അറിയാതെ പറഞ്ഞു പോയൊരു വാക്കുണ്ട്. എന്താണ് ആ വാചകം? അതിപ്രകാരമാണ്: ക്രിസ്ത്യാനികളും യൂതന്മാരും മനുഷ്യന്റെ ലൈംഗിക വികാരത്തെ ഏതാണ്ട് മോശമായ രീതിയിലാണ് വീക്ഷിച്ചിരുന്നതെന്നും മുഹമ്മദ് അതിനർഹമായ അന്തസ്സും പ്രാധാന്യവും നൽകിയെന്നുള്ളതും ഇവിടെ സ്മരണീയമാണ്. അഥവാ മനുഷ്യന്റെ സെക്സിനെ അടിച്ചൊതുക്കി വൃത്തികെട്ട നിലക്ക് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, പത്രകോളങ്ങളിൽ വായിക്കുന്ന വൃത്തികെട്ട വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് പകരം ധാർമ്മികതയുടെ കാവലാളുകളായി ഭാര്യാഭർത്താക്കന്മാർ ജീവിക്കുന്ന സക്കനെന്ന മസ്കനെന്ന ശാന്തി ഗേഹത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും അനുസരിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ക്രമപ്രവൃദ്ധമായ സൃഷ്ടിന്മുഖമായ ഒരു കുടുംബ സാമൂഹ്യ വ്യവസ്ഥക്കാണ് ഇസ്ലാം അസ്ഥിവാരമിട്ടിട്ടുള്ളത്. അതിനനുയോജ്യമായ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കപ്പെടുന്ന മറ്റൊരു വിഷയമാണ് മുഹമ്മദ് നബി നിരവധി കല്യാണങ്ങൾ കഴിച്ചു. പക്ഷേ അതിൽ 6 വയസ്സുള്ള ഒരു പിഞ്ചു ബാലികയെ പോലും കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം. വിമർശകർ എക്കാലത്തും അന്ന് തുടങ്ങിക്കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ആരോപണങ്ങൾ ഉന്നയിച്ചു പോന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: മുഹമ്മദ് നബി ഭ്രാന്തനാണെന്ന് പറഞ്ഞ മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ, മുഹമ്മദ് നബി കവിയാണെന്ന് പറഞ്ഞ ആളുകൾ, മുഹമ്മദ് നബി മാനസിക രോഗിയാണെന്ന് പറഞ്ഞ ആളുകൾ മുഹമ്മദ് നബിയുടെ വിവാഹം ഒരിക്കലും അദ്ദേഹത്തെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്ന ഇസ്ലാമിക സന്ദേശങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ ആ പ്രവാചകന് നേരെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മുസ്ലിം ലോകം മറുപടി പറഞ്ഞപ്പോഴാണ് പ്രവാചകന്റെ വിവാഹത്തെ അടുത്ത കാലത്തായി വിമർശന വിധേയമാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അനുബന്ധമായ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഖുറൈശി ഗോത്രത്തിൽ ജനിച്ച വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെളുത്ത് സുന്ദരനായ ഒരു വ്യക്തിത്വം, നാട്ടിൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന കോമളനായ ഒരു യുവാവ്. പക്ഷേ ആ മഹൽ വ്യക്തിത്വം തന്റെ ഭാര്യയായി ആദ്യമായി സ്വീകരിക്കുന്നത് ആരെയാണ്? മുമ്പ് നടന്ന വിവാഹങ്ങളിൽ കുട്ടികളുള്ള തന്നേക്കാൾ പ്രായത്തിൽ മൂത്ത ഒരാളെയാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആ വ്യക്തിത്വം വർഷങ്ങളോളം ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ കൂടെ കഴിയുന്നു. 53 വയസ്സായ സന്ദർഭത്തിൽ ആ ഭാര്യ മരണപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് മഹാനായ പ്രവാചകൻ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത്. അതുമാരെ വാർദ്ധക്യത്തിലെത്തിയ സൗദ റളിയല്ലാഹു തആല അൻഹ എന്നൊരു വ്യക്തിത്വം. സ്ത്രീലമ്പടനായിരുന്നെങ്കിൽ ലൈംഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പരിധിയില്ലാത്ത നിലക്ക് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ നമുക്കിത്തരം ഒരു വ്യക്തിത്വത്തെ ലോകത്ത് കാണാൻ സാധിക്കുമോ? മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിക്കപ്പെടാറുള്ള ഒരു കാര്യം
6 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഭാര്യയായി സ്വീകരിച്ചു എന്നതാണല്ലോ. ഇവിടെ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, 6 വയസ്സുള്ള പെൺകുഞ്ഞിനെ പ്രവാചകന് ഭാര്യയായി നൽകിയതാരാണ്? പ്രവാചകനേക്കാൾ പ്രായത്തിൽ ഇളയ കൊച്ചുനാളുകൾ മുതലേ കൂടെ കളിച്ച് ജീവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടില്ല. 2, ആ ഭാര്യ 9ാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലിന്റെ കൂടെ ജീവിതം ആരംഭിച്ചുവെങ്കിൽ 18 വയസ്സാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹക്കുള്ളത്. 9ാമത്തെ വയസ്സിൽ ആരംഭിച്ചിട്ടുള്ള ആ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയെങ്കിലും തന്റെ ഭർത്താവിന്റെ പ്രായം തനിക്കൊരു പ്രശ്നമായി എന്നതോ തന്റെ പ്രായക്കുറവ് തനിക്കൊരു തടസ്സമായി എന്നതോ ആയിഷ ബീവിയാണല്ലോ പറയേണ്ടത്. അവരുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ആ മഹൽ വ്യക്തിത്വം ആയിഷ റളിയല്ലാഹു തആല അൻഹ 6ാമത്തെ വയസ്സിൽ വിവാഹിതയാകുന്നതിന് മുമ്പ് അവർക്കൊരു വിവാഹാന്വേഷണം നടന്നിരുന്നു എന്നും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമുക്കത് ദർശിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് മുമ്പ് വരേക്കും ഈ ഒരു വിഷയം ലോകത്ത് മുഹമ്മദ് നബിയെ വിമർശിച്ച ആളുകൾ, പലതും പറഞ്ഞു വിമർശിച്ച ആളുകൾ ആയിഷ ബീവിയെക്കുറിച്ചോ പ്രായത്തെക്കുറിച്ചോ വിമർശിച്ചിരുന്നില്ല എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ ഓരോ വിവാഹത്തിനും അതിന്റേതായ സാഹചര്യങ്ങളുണ്ട്. സമയപരിമിതി വിശദീകരണം